രാവിലെ ഇറങ്ങിയതല്ലേ കാണുന്നത്. എന്തെങ്കിലും നെഞ്ചുവേദന ഉണ്ടായാൽ ആദ്യം വിളിക്കാം, ഓട്ടോറിക്ഷക്കും ബസ്സിനും വിളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയല്ലേ നമ്മൾ കേരളത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പാർട്ടിയിൽ ധാരാളം ഇഷ്ടം പോലല്ലേ. അവരെങ്കിലും എന്ത് ചെയ്യണം, നേതൃത്വത്തെ തിരുത്താൻ വേണ്ടി സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. BJP പല ടീമുകളിൽ നിന്നുള്ള നല്ല പ്ലേയേഴ്സിനൊക്കെ അടർത്തി മാറ്റിയിട്ട് ഒരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ ആരൊക്കെയാണ് ടീമിലുള്ളത് ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങളിൽ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞു, ഇവിടെ ഒരു സാമുദായിക രാഷ്ട്രീയ ബലാബലം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ. കേവലം മതധ്രുവീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂല. അപ്പൊ ഇവിടെ അതിനകത്ത് സമുദായങ്ങൾക്കിടയിൽ തന്നെ കളിക്കണം. കേരളത്തിന് എന്തു പറ്റി എന്ന് പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ പല രാഷ്ട്രീയ സാമുദായിക നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളുടെ പ്രസ്താവനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വർഗീയ വിദ്വേഷം വമിക്കും വിധമുള്ള പ്രസ്താവനകൾ പലരിൽ നിന്നുമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാനിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടതാണ്. മലപ്പുറത്തും കാസർഗോഡുമൊക്കെ ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കിയാൽ അറിയാം എന്നതടക്കമുള്ള പ്രസ്താവനകൾ വളരെ കൃത്യമായി ഒരു വർഗീയത ഉണ്ടാക്കും വിധമുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രസ്താവനകളോട് പ്രതികരിക്കുന്ന വ്യത്യസ്ത ആളുകളുടെ പ്രതികരണങ്ങളും യഥാർത്ഥത്തിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്തമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. വി.ഡി. സതീശൻ വളരെ കൃത്യമായി അത്തരം പ്രസ്താവനകളെ എതിർത്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇല്ലാതെയാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇതിന് എങ്ങനെയാണ് തിരുത്തേണ്ടത്? എന്താണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇത്തരം സംഭവങ്ങൾ, ഈ വർഗീയ പ്രസ്താവനകൾ ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കുന്നതാണ് സൂക്ഷ്മത എന്ന് എനിക്ക് തോന്നുന്നത്. എത്രമേൽ കുറച്ച് സംസാരിക്കാൻ കഴിയുമോ അത്രയും നമ്മുടെ നാടിന് നല്ലതാണ്. കാരണം ഈ വിഷം കലക്കുന്ന ആളുകൾക്ക് പ്രത്യേക ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 3 പേരും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ കാരണമായത് എന്തുകൊണ്ടാണ്? ഈ വിഷയം പറഞ്ഞതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ 3 പേർക്കും നല്ല താടിയുണ്ട്, നമ്മളെ പേര് മുസ്ലിം പേരാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ മറ്റൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മളെന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത് പറയാൻ വേണ്ടി തന്നെയാണ്. ഈ വിഷയങ്ങൾ വല്ലാതെ വലിച്ചു നീട്ടി സംസാരിക്കുന്നത് എന്ത് ചെയ്യാനില്ല, നല്ലതല്ല. പിന്നെ ഈ മന്ത്രിമാരെ പോലുള്ള ആളുകൾ ഇത് സംസാരിക്കും, മീഡിയകൾ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള മീഡിയകൾ അത് മണിക്കൂറുകളോളം എയർ ചെയ്യുകയും അതിനെക്കുറിച്ച് അന്ത്യചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ ഈ മലിനജലം ഉണ്ടല്ലോ, സെപ്റ്റിക് ടാങ്കൊക്കെ പൊട്ടിയാൽ അത് നമ്മൾ ആ ഒഴുകി വരുന്ന സ്ഥലത്ത് കൂടി നമ്മൾ പോകില്ല. പക്ഷെ നമുക്ക് നിർബന്ധമായി നടക്കേണ്ട വഴികളിലൂടെ അത് വന്ന് എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ മുറ്റത്തേക്കും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തേക്കും അതിൻ്റെ വെള്ളം ഒലിച്ചു വന്നാൽ നമ്മളതിൽ ഒരു കൈക്കോട്ട് എടുത്തിട്ട് തൽക്കാലം അത് തിരിച്ചുവിടുകയും ചെയ്യണ്ടേ. ആ ഒരു പണി മാത്രമാണ് എന്ത് ചെയ്യണത്, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമേ ഇല്ല. പണ്ട് ഇപ്പോൾ ഈ CPM എടുക്കുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കഥ ഓർമ്മ തന്നെ. അതായത് ഒരാൾ 2 പേരെ സൽക്കാരത്തിന് വിളിച്ചത്രേ, വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചിട്ട് അവർക്ക് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിൾ ഒരുക്കി. എന്നിട്ട് അവർ കഴിക്കാൻ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇയാളൊരു കമൻറ്റ് പറഞ്ഞു, വരണ്ട ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിൽ ഈ 2 ആളിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചു. അപ്പം ഞങ്ങളെന്താ വരണ്ട ആളല്ലേ, ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതല്ലേ. അവൻ ദേഷ്യം പിടിച്ച് ഞങ്ങളെ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അവൻ സൽക്കാരം നിഷേധിച്ച് ഇറങ്ങിപ്പോയി. അതിൽ ഇയാളിങ്ങനെ ആത്മകഥം വിട്ടിട്ട് പറഞ്ഞു, പോകേണ്ടവനല്ലല്ലോ പോയത്. അതോടുകൂടി മറ്റം തിരിഞ്ഞിട്ട് അത് ശരി, അപ്പം നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ആളല്ലേ, എന്നാലേ നിങ്ങളെ ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ പോകണ. ചുരുക്കി പറഞ്ഞ സൽക്കാരത്തിന് വിളിച്ച 2 ആളും എന്ത് ചെയ്തു, തെറ്റിപ്പോയി. മറ്റേ ആളോട്ട് വന്നതുമില്ല. ഇയാൾ ഉണ്ടാക്കി വെക്കാൻ എന്തായി, ബാക്കിയായി. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് ഇറക്കുകയാണ്. ഇത് ആർക്കും മനസ്സിലാവും, ഇതേത് കുട്ടിക്കും മനസ്സിലാവും. അത് ഇപ്പം ഇറക്കിയതല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഇറക്കിയിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇറക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് പിന്നെ ഒരു ന്യൂനപക്ഷ കാർഡ് ഉപയോഗിച്ചതാണ്. ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും ഏക സിവിൽ കോഡ് ഉപയോഗിച്ചുകൊണ്ടും സിറ്റിസൺഷിപ്പിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ വ്യാപകമായിട്ട് നടത്തി. അന്നൊരു ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് അന്ന് നോക്കി. പക്ഷേ അത് നടന്നില്ല, അത് മനസ്സിലായി എല്ലാവർക്കും.
പിന്നെ അതിന് പകരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ ഇങ്ങനെ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥയാണ് പേര് സംഭവിക്കാൻ പോകുന്നത്. എന്ത് രണ്ടാളും തെറ്റിപ്പോവും. കാരണം എന്താ അറിയോ, കേരളത്തിലെ സാമാന്യ ജനം, അത് ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ, അതിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുള്ള വളരെ മുകളിലുള്ള ലെയറിലും അതുപോലെ തന്നെ ആ നിലക്ക് ചില ആവശ്യങ്ങളുള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ കേരള സമൂഹം ഇവിടെ വർഗീയത ഉണ്ടാവരുത്, ഇവിടെ വർഗീയത ആളിക്കത്താൻ പാടില്ല, ഞങ്ങൾ അയൽവാസികൾ തമ്മിൽ ഞങ്ങളെ തെറ്റിക്കാൻ പാടില്ല, ഞങ്ങൾ ഒന്നിച്ചിവിടെ ജീവിക്കും, ഇത് കേരളമാണ് എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ കേരള ജനത മുന്നോട്ട് പോകുന്നത്. അത് എല്ലാവർക്കും ഒരു ശ്രദ്ധ നല്ലതാണ്. ഇവർ ഈ പറയുമ്പോഴേക്ക് ചില ആൾക്കാരുണ്ട് ഭയങ്കര ഭീതി, ഇതാകെ പ്രശ്നമായി, കേരളത്തിലാകെ വർഗീയതയായി, പ്രയാസമായി, ബുദ്ധിമുട്ടായി, ഇവർ രണ്ട് വർത്താനം പറഞ്ഞോടുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ആകെ പ്രശ്നം. അതൊന്നുമില്ല, അത് വെറുതെ പറഞ്ഞ് മീഡിയകൾ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇവർ എന്തെങ്കിലും നമ്മൾ സാധാരണ പറയുന്നത് അവിടുന്ന് അങ്ങനെ കുരക്കുന്ന ആ കുരക്ക് കാത് കൊടുക്കേണ്ടവരല്ല പ്രബുദ്ധമായ മലയാളികളെന്നാണ് പറയുന്നത്. അത് ആ നിലക്ക് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്ത് പോകണം. ഇവിടെ ഒരിക്കലും ഈ സമുദായങ്ങളെ തമ്മിൽ തെറ്റിച്ച് ഒരു ഡിവിഡൻഡ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇലക്ഷനിൽ തന്നെ, ഈ കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ ഇത്തരം സമീപനങ്ങൾ എടുത്തിട്ട് എന്ത് നേട്ടം കിട്ടി? ഒരു നേട്ടവും കിട്ടിയിട്ടില്ല. അത് സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേറെ ഈ വിഷയം തിരിച്ചറിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. അപ്പോൾ പറഞ്ഞ് ഭീതിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇതിൽ തിരുത്തേണ്ടത് ഒന്നെന്താ വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാനാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് വർഗീയതയാണ് പറഞ്ഞത്, പച്ചയായ വർഗീയതയാണ് പറഞ്ഞത്, യാതൊരു ഇതുമില്ല. ഇനി അതിൽ ഒന്നുകിൽ അദ്ദേഹത്തിനാണ് തിരുത്താൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു ഇത് നോക്കുമ്പോൾ തിരുത്തുന്ന സ്വഭാവമല്ല, ന്യായീകരിക്കുന്ന സ്വഭാവമാണ്. ഇനി അത് തിരുത്താൻ കഴിയാൻ പാർട്ടിക്കാണ്, പാർട്ടിയുടെ മറ്റു ആളുകൾക്കാണ്. അവരതിനു വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് ഇനി കാണിക്കേണ്ട ഒരു വിവേകം. അതും നടക്കുന്നില്ല എങ്കിൽ പിന്നെ കാണിക്കേണ്ട വിവേകം ആ പാർട്ടിയിലെ തന്നെ മതനിരപേക്ഷ മനസ്സുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന, അതായത് അവരുടെ അയൽവാസികൾ തൊട്ടപ്പുറത്ത് ഹിന്ദുവാണ്, ഇവിടെ മുസ്ലിമാണ്, അപ്പുറത്ത് ക്രിസ്ത്യാനിയാണ്, ഇപ്പുറത്ത് വേറെ, ഇവരൊക്കെ ഒന്നിച്ചല്ലേ വ്യാപാരം നടത്തുന്നത്, കച്ചവടം നടത്തുന്നത്, ജോലി ചെയ്യുന്നത്, അല്ലേ? രാവിലെ ഇറങ്ങി അതല്ലേ കാണുന്നത്. എന്തെങ്കിലും നെഞ്ചുവേദന ഉണ്ടായാൽ ആദ്യം വിളിക്കുക, ഓട്ടോറിക്ഷക്കും ബസ്സിനും വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയല്ലേ നമ്മളെ കേരളത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പാർട്ടിയിൽ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലല്ലേ. അവരെങ്കിലും എന്ത് ചെയ്യണം, നേതൃത്വത്തെ തിരുത്താൻ വേണ്ടി സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. കാരണം അതൊരു ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. അവരെ കയ്യിൽ ഫേസ്ബുക്കാണുള്ളതെങ്കിൽ അതിലവരെഴുതണം, എന്ത്, ഇത് ശരിയല്ല, ഈ സമീപനം ശരിയല്ല, അതാര് സ്വീകരിച്ചാലും എന്തല്ല ശരിയല്ല എന്ന് തുറന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ വി ഡി സതീശനെ പ്രതിയാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ SNDP ആണെങ്കിലും അതേപോലെ തന്നെ NSS ആണെങ്കിലും ഒക്കെ ആ ഒരു ചർച്ചയും അത് ഇന്ന് മെയിൻ പത്രങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. അതായത് സതീശനെതിരിൽ എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുന്നു, യോജിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ വർഗീയ വിരുദ്ധ സംസാരം, അത് സതീശൻ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ടതാണ്, യാതൊരു തർക്കമോ കാര്യത്തിലില്ല. ഒന്ന്, ഇവർ നടത്തിയ കേരള യാത്രയുടെ വേദിയിൽ ഏകദേശം ഒരു മണിക്കൂറോളം സമയം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട്, അതായത് പണ്ട് എഡ്വേർഡ് എവറസ്റ്റ് അദ്ദേഹമാണ് 2 മണിക്കൂർ പ്രസംഗിച്ചത്. അതേ വേദിയിലാണ് 2 മിനിറ്റ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന പ്രസിദ്ധമായ വാചകം. ആ വാചകം ഇന്നും എല്ലാവരും ഓർക്കും. ആ 2 മണിക്കൂർ പ്രസംഗിച്ച കാര്യം ഇന്ന് ആരും ഓർക്കുന്നില്ല. അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. അബ്രഹാം ലിങ്കന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 മണിക്കൂർ സംസാരിച്ച കാര്യം നിങ്ങൾ 2 മിനിറ്റിൽ പറഞ്ഞതിന് അഭിനന്ദനം. യഥാർത്ഥത്തിൽ അതിന് സമാനമാണെന്ത്, അദ്ദേഹം അവിടെ വർഗീയ വിരുദ്ധമായ ഒരു 2-4 മിനിറ്റാണെന്ത് സംസാരിച്ചത്. അതിവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു, നമ്മൾ ഇന്ന് തീരും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിവിടെ ഇല്ലാതെയാവും, പക്ഷേ കേരളം ഇവിടെ എന്ത് ചെയ്യണം, നിലനിൽക്കണം. ആ ബോധം എല്ലാവർക്കും വേണം. അത് കേരളത്തിൻ്റെ മലയാളികളിൽ ശരിയായ അവരുടെ മനസ്സിൽ ആഴത്തിലിറങ്ങിയിട്ടുണ്ട്. അത് ഒരാൾക്കും ആ മലയാളികളുടെ മനസ്സിൽ നിന്ന് ആ വാക്ക് എടുത്ത് ഒഴിവാക്കാൻ കഴിയില്ല. ആ വാക്ക് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു സൗഭാഗ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കാണുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്ന്, അത് X or Y ഏതോ ആകട്ടെ,
അത് പറഞ്ഞു എന്നുള്ളതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണ് ധൈര്യമായിട്ട് തന്നെ. അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയമാണ്, അത് കോൺഗ്രസിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അത് നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗം കൂടിയാണ്, UDFൻ്റെ ഭാഗം കൂടിയാണ്, LDFനെതിരെ നിൽക്കുക. ഇതിൽ LDFും UDFും കോൺഗ്രസും ലീഗും ഒന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നമുക്ക് ജീവിച്ചു പോകണം. ഇവിടെ കോൺഗ്രസ്സുകാരനും വർഗീയത പറയാൻ പാടില്ല. ഇപ്പോൾ പിന്നെ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ സാജൻ സക്രിയൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വന്ന സമയത്ത് നമ്മൾ ശക്തമായിട്ട് ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. ആ VD സതീശൻ ചെയ്ത ആ കാര്യം ശരിയല്ല, അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചത് ശരി, അദ്ദേഹത്തെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് കാണാൻ പാടില്ല എന്ന് നമ്മൾ ശക്തമായി തന്നെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് VD സതീശൻ പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും വർഗീയത പറഞ്ഞാൽ എല്ലാവരും ഇതിനെതിരെ നിൽക്കണം. വർഗീയ വിരുദ്ധമായി സംസാരിച്ചാൽ അതിന് അപ്രീഷിയേറ്റ് ചെയ്യുമാണ്, അത് യാതൊരു തർക്കമല്ല. ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കണം, സമീപനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമീപനം ഇവിടുത്തെ ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ ഇവരൊക്കെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേരളത്തിലുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ ഇപ്പോൾ വായ തുറക്കേണ്ട സമയം കൂടിയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും പരസ്പരം ചീത്ത വിളിച്ച് ആർക്കും ഇവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ജീവിക്കാൻ പോലും കഴിയില്ല. ഇത് കേരളത്തിൽ ഈ ഒരു സമയത്ത് ഉന്നയിക്കേണ്ട ഒരു രാഷ്ട്രീയ പരാമർശമാണോ അല്ലെങ്കിൽ ആശയമാണോ, എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു കാതൽ എന്ന് പറയുന്നത് അത് വർഗ രാഷ്ട്രീയമാണല്ലോ. വർഗം എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുക. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു വർഗം, പക്ഷെ അവരാണ് ആ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത് എല്ലാ രാജ്യങ്ങളിലാണെങ്കിലും ശരി ചേർത്ത് പിടിക്കുന്ന ആരാണ്, അതുപോലെ സമാനമായി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റം എന്നുള്ള. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SNDPയുടെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നുള്ള പ്രചോദനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൽ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഒരു കാതൽ എന്താണ്, ഇവിടെ ഉണ്ടായിരുന്ന സവർണ മേധാവിത്വമാണ് ഇവിടുത്തെ ഭൂമിയാണെങ്കിലും സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും വിഭവങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും എല്ലാം കൈയടക്കി വച്ചിരുന്നവരാണ്. അതേസമയം ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമാണ് ഈഴവർ. അവർക്ക് ലഭിക്കേണ്ട പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളും ഈഴവരും യോജിക്കുകയും ചെയ്തത്. ഓരോ കാലഘട്ടവും നമുക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ ആരാണോ അവരെ കൂടെ ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഇതായിരിക്കണം ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ലക്ഷ്യം. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ദൗത്യം മറന്നു പോകുക പറഞ്ഞാലോ, അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ആണ് മറന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു ആരംഭമോ അല്ലെങ്കിൽ അതിൻ്റെ മധ്യമോ ഇതോ അവസാനമോ ഒക്കെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടതാണോ ഇത് എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ യോജിക്കേണ്ട സമയമാണെന്നാണ്. അപ്പോൾ ആരാ പുറത്ത്? അത് വായിച്ചെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ ബുദ്ധിജീവികൾക്കോ നിരീക്ഷകർക്കോ ഒന്നൊരു ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ കൃത്യമായി പുറത്ത് നിർത്തണമെന്ന് പറയുന്ന വിഭാഗം, കാരണം അവിടെ NSS അടക്കം കൂട്ടിവെച്ചു, ആരാണ്? മുസ്ലിങ്ങളാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ? നമ്മൾ കേരളത്തിൻ്റെ പുറത്തും ഉള്ളതാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമല്ലോ കമ്മ്യൂണിസ്റ്റുകളുടേത്. നമുക്കറിയാം ഇന്ത്യ ഒട്ടുക്കും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, അപരവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഒരർത്ഥത്തിൽ സാമ്പത്തികമായ ഉപരോധങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അവരുടെ കച്ചവടങ്ങൾ തടയപ്പെടുന്നുണ്ട്. പല ആഘോഷങ്ങളും നടക്കുമ്പോൾ അവിടേക്ക് ആട്ടികൂടിപ്പിക്കപ്പെടുന്നുണ്ട്. വെച്ചാൽ പരമ്പരാഗതമായി അവർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നുണ്ട്. ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാർപ്പിടങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ അടുത്ത മധ്യപ്രദേശിൽ ഒരു മുസ്ലിം തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, എന്തുകൊണ്ട് മാത്രം അത് ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ അതിനെ ലീഗലൈസ് ചെയ്യാമല്ലോ.
ഇപ്പോൾ കൺസ്ട്രക്ഷൻ മറ്റേ ഇല്ലീഗലാണെങ്കിൽ പോലും അതിനെ ലീഗലൈസ് ചെയ്ത് കൊടുത്താമായിരുന്നു. കാരണം അവിടുത്തെ ദളിതരും മുസ്ലിം കുട്ടികളൊക്കെ പഠിക്കുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പോൾ ഇതൊക്കെ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും മാർജിനലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവിടെ ഒരു വിസിബിലിറ്റി തന്നെ ഇല്ലാതെയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, റെപ്രസെൻറ്റേഷൻ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് എന്തു പറയുന്നത്, നിങ്ങൾ കാസർഗോഡോ മലപ്പുറത്തു നിന്നൊക്കെ ജയിച്ചു വന്നവർ നോക്കിയാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയം മനസ്സിലാവുന്നതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വിഷയം അതാണോ? മറ്റു രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരിലൂടെ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ സാധ്യമായിട്ടുണ്ടോ? അതില്ലെങ്കിൽ അത് കൊടുത്തോരെ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് ലഭ്യമല്ലാതെയാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ ആദ്യം സംസാരിക്കേണ്ടത്. കാരണം നീതിക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള സാമ്പത്തിക നീതിക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുമ്പോൾ അതെല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഉന്നതമായി ചിന്തിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ 1952 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ 4% മുസ്ലിം എം പിമാരുള്ളത്. അന്ന് 10% നമുക്ക് ഇവിടെ പോപ്പുലേഷനുണ്ട്. ഏറ്റവും കവിഞ്ഞ, അതായത് 11% പോപ്പുലേഷനുള്ള സമയത്ത് ഏറ്റവും കവിഞ്ഞ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നത് ഈ 80-ലാണ്. അന്ന് 9% മുസ്ലിങ്ങൾ എം പിമാരുണ്ടായിരുന്നു. പിന്നെ അത് 84-ലാകുമ്പോൾ 8.3 പിന്നീട് നമ്മൾ കൃത്യമായി കാണുന്നൊരു കാര്യം വെച്ചാൽ BJPയുടെ ഒരു അസെൻഡ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം വളർന്നു വരുന്നതോടെ ഇത് താഴേക്ക് വരികയാണ്. 2014-ലെത്തുമ്പോൾ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ 14% ആയി. പക്ഷേ 4.24 അവരുടെ പാർലമെൻറ്റിലുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ 2024 ഇത് 4.42 മാത്രമാണ്. അപ്പോൾ ഈ എന്നുവെച്ചാൽ 15-ാം ലോകസഭയിൽ 30 എം പിമാരുണ്ടായിരുന്നു. ഇത് 16-ാം ലോകസഭയിലേക്ക് എത്തുമ്പോൾ 23 എം പിമാരായി. ഇപ്പോൾ 24 എം പിമാരാണ്. വെച്ചാൽ 545-ലാണ് 24. 80 അതിന് മുകളിലോ എം പിമാരുണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇത്രയും കുറഞ്ഞ, അത് തന്നെ 21 ഓപ്പോസിഷൻ പാർട്ടികളിലാണ്. മറ്റേത് BJPക്ക് ഒരൊറ്റ എം പി ഇല്ല. പകരം അവരുടെ കൂടെയുള്ള അലയൻസിൽപ്പെട്ട 2-3 പേർക്ക് 3 എം പിമാരും. ഇതാണ് ഇത്. അപ്പോൾ ഈ 2014 ആകെ കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ 320 മുസ്ലിം കാൻഡിഡേറ്റ്സിനെ എത്തിയിട്ടുള്ളൂ. ഇത് 2024 ആകുമ്പോഴേക്ക് അതിലും കുറഞ്ഞ് 115 മാറി. അപ്പോൾ ഇവിടുത്തെ ഈ റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള ഒരു താല്പര്യത്തെ, ഒരു ശ്രമത്തെ പോലും ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ആണ് എവിടെയോ ഉള്ള ഒരു ജില്ലയെ മാത്രം എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാതൽ എന്താണ്? അതുപോലും ഉണ്ടാകരുത് എന്ന് തന്നെയാണല്ലോ. ഇനി MLA-മാരെന്ന് എടുത്തു നോക്കൂ. MLA-മാർ 28 സംസ്ഥാനങ്ങൾ കൂടെ എടുത്തു കഴിഞ്ഞാൽ 6% റെപ്രസെൻറ്റേഷനാണ് ഉള്ളത്. അത് 2020 ബീഹാർ നിയമസഭയിൽ ഒറ്റ മുസ്ലിം MLA ഇല്ല. 2024 UP ഇതേപോലെ തന്നെ എന്താണ്, BJPക്ക് ഒരൊറ്റ ഇല്ല. മന്ത്രിമാർ കേന്ദ്രത്തിലില്ല, UPയിലില്ല. രാജസ്ഥാനിലാകെ 6 MLA-മാരാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. MP-യിൽ മധ്യപ്രദേശിൽ 2 പേര്, 230-ൽ 2 പേര്. തെലുങ്കാനയിൽ 719 പേരിൽ 7 പേര്, അതിൽ 6 പേരും ഉവൈസിയുടെ പാർട്ടിക്കാരാണ്. ഛത്തീസ്ഗഡിൽ 0. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ കരുതേണ്ടത് 2024 അവിടെ വെച്ചാൽ കോൺഗ്രസ്സിനെ പോലും ഞാൻ എന്താ വെച്ചാൽ അതിൽ കുറ്റപ്പെടുത്തും. കാരണം രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തർഖണ്ഡിൽ, ഗുജറാത്തിൽ ഇവിടെ എവിടെയും കോൺഗ്രസ് പോലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വെച്ചിട്ടില്ല. ഇതൊക്കെ ശരിക്കും വിമർശിക്കേണ്ട ആരാണ്? ഇടതുപക്ഷമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മൊബിലൈസേഷന് വേണ്ടി ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷന് വരേണ്ടതുണ്ട് എന്ന് പറയേണ്ട ഒരു ധാർമ്മിക ബോധവും രാഷ്ട്രീയ ബോധവും ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണെങ്കിൽ നമുക്ക് സങ്കടമുണ്ട്.
എന്നാൽ അബോധപൂർവമാണെങ്കിൽ വെറും ഒരു ഓർമ്മിപ്പിക്കലെന്ന് മാത്രമാണ് നമുക്ക് തിരിച്ചാൽ. അപ്പം ചിലൊരു യാഥാർത്ഥ്യബോധത്തോടെയല്ല ഇത് കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒപ്പം വെച്ചാൽ ഇതാരാണ് ബോധപൂർവം ചെയ്യുന്നപ്പോൾ, അല്ല ഇതിൻ്റെ നേട്ടം ആർക്കാണ്? അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP പല ടീമുകളിൽ നിന്നുള്ള നല്ല പ്ലേയേഴ്സിനൊക്കെ അടർത്തി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ ആരൊക്കെയാണ് ടീമിലുള്ളതെന്നുള്ളതിങ്ങനെ മെല്ലെ മെല്ലെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങളിൽ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞിരുന്നു, ഇവിടെ വെച്ചൊരു സാമുദായിക രാഷ്ട്രീയ ബലാബലം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ. കേവലം മത ധ്രുവീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവിടെ അതിനകത്ത് സമുദായങ്ങൾക്കിടയിൽ തന്നെ കളിക്കണം. അതിലേതാണ്ട് അവർ ആ നിലയ്ക്ക് ഉള്ളൊരു വിജയം. അതിന് ജനങ്ങളതിനെ ഓൺ ചെയ്യുമെന്നൊക്കെയുള്ള വേറെ വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സാമുദായിക നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കൊണ്ട് അത്തരത്തിൽ സംസാരിപ്പിക്കുകയും തങ്ങളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ ഈ ധ്രുവീകരണത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ CPM-നെ സംബന്ധിച്ചോളം ഒരു പക്ഷേ ഒരു ടേം കൂടെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ാണ്. BJPയെ സംബന്ധിച്ചോളം വളരെ ക്ലിയറാണ്. എല്ലാ സംസ്ഥാനങ്ങളും അവർക്ക് പിന്തുണയില്ലായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ചെയ്തത് എന്താണ്? നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളെ ദുർബലമാക്കി അതിനകത്തൂടെ ചിലപ്പോൾ കൂട്ടുകൂടി അവരോടൊപ്പം നിന്ന് പിന്നീട് എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ ഉയർന്നു വരിക. ഇതിപ്പോൾ ഇന്ന് കേരളത്തിൽ കളിച്ച് വിജയിച്ചാൽ നാളെ തീർച്ചയായിട്ടും അതവർക്ക് ബംഗാളിലോ അതല്ലെങ്കിൽ UP-യിലോ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ എളുപ്പത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നൊരു കാരണമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ശാക്തീകരണം നടന്നു എന്നുള്ളതിനെ തള്ളിപ്പറയുകയല്ല, അതാണ് ഇന്ത്യയിലുടനീളം നടക്കേണ്ടത് എന്ന് പറയുകയും അതിനുവേണ്ടി എങ്ങനെയാണോ രാഷ്ട്രീയ ഒരു ജാഗ്രത ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ കക്ഷി നിർഭാഗ്യവശാൽ അത് മറന്നുപോയിരിക്കുന്നു, രാഷ്ട്രീയ ദൗത്യം മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം.